ഹായ് എവരിവൺ, ഇറ്റ്സ് മീ മുഹമ്മദ് അജ്മൽ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ പൊന്നാനിയിലോട്ടാണ്. പൊന്നാനിയിലോട്ട് വന്നപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ബീച്ചിന്റെ സൈഡ്, കോടതിയുടെ ഒക്കെ സൈഡായിട്ട് പഴയ പാണ്ഡികശാലയുടെ ഒരു റൂയിൻസ് കാണാനിടയായി. ഈ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായിട്ടുള്ള ഈ ഒരു കെട്ടിടത്തെ എത്രത്തോളം ഈ ഒരു ആൽമരത്തിന്റെ വേരുകൾ താങ്ങി നിർത്തുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ ഫാമിലിനെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പല സുഹൃത്ത് ബന്ധങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിലെ പല കാര്യങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ബന്ധങ്ങൾ. പല ഫാമിലിയിലും ഇതുപോലെ കെട്ടുറപ്പുള്ള ഒരു ഫാമിലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. പക്ഷെ നമുക്കറിയാം, ഇന്ന് ഇത്തരത്തിൽ പല ഫാമിലീസും നിലനിൽക്കുന്നുണ്ടോ? പല സുഹൃത്ത് ബന്ധങ്ങളും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെ. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ലഹരി നമ്മുടെ പല കുടുംബങ്ങളെയും കാർന്നു നിന്ന് ഇതുപോലെ നിലനിൽക്കേണ്ട പല ആളുകളും ഇതുപോലെ ഈ ഒരു കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത് പോലെ ഒരു കുടുംബത്തെ താങ്ങി നിർത്തേണ്ട പലരും ഇന്ന് ആ ഒരു പാതയിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടിട്ടും മറ്റുമൊക്കെ ആയിട്ട് ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ട്, യാതൊരുവിധ അർത്ഥവും ഇല്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സ്ഥിതി വിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലുടനീളം നമ്മൾ വായിക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറി ചിന്തിക്കാം, എങ്ങനെ മാറ്റിയെടുക്കാം? അപ്പൊ നമ്മുടെ ഈ ഒരു കുടുംബജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ യൂത്ത്, അപ്പോ ഞാനൊരു ചെറിയ ഒരു അക്കാദമിയിലൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ പല അവബോധങ്ങൾ, അവയർനെസ് ഒക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. യുവതലമുറ എന്ന് പറയുന്നത് ഒരു കൗമാര പ്രായത്തിലൊക്കെ അവർക്ക് സംഭവിക്കാവുന്ന വലിയൊരു പ്രശ്നമാണ് ലഹരിയിലേക്കുള്ള കാൽവെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പല രീതിയിൽ സംഭവിക്കാം. പലരും റോൾ മോഡലായിട്ട് പലരും കാണും. ചിലപ്പോൾ അവരുടെക്കാളും ഒരു ഏജ് കുറച്ച് വലിയ ആളുകളായിരിക്കും അവർ റോൾ മോഡലായിട്ട് കാണുക. ചിലപ്പോൾ അവരുടെ സ്കൂളിൽ ചിലപ്പോൾ കുറച്ചൊരു റൗഡി, നമ്മൾ അങ്ങനെ പറയില്ലേ, സ്കൂൾ മൊത്തം ഇങ്ങനെ ഒരു അടക്കി ഭരിക്കുന്ന രീതിയിൽ അവരുടെ ഇടയിൽ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ആൾ, അവരൊക്കെ ആയിരിക്കും അവർ റോൾ മോഡലായിട്ട് കാണുക. അപ്പോൾ കുറച്ചൊരു അത്യാവശ്യം പഠിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊരു നല്ല രീതിയിലോട്ടൊക്കെ മുന്നോട്ട് പോകുന്ന പലരും തെറ്റിദ്ധരിക്കും. ഞാനും അവനെ പോലെ ആവണം, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഗ്രൂപ്പിലോട്ട് എനിക്കും ഒരു പ്രവേശനം കിട്ടണം എന്നൊക്കെ കരുതിയിട്ട് പലരും താല്പര്യമില്ലാണ്ട് തന്നെ എനിക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടണം. എൻ്റെ പിയർ ഗ്രൂപ്പ് എന്നെ അവഗണിക്കുന്നുണ്ട്, അവർ ഫുള്ള് ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ ഞാനും ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കും ഒരു അക്സെപ്റ്റൻസ് കിട്ടും, അല്ലെങ്കിൽ ഞാൻ അവരെ പോലെ ആ ഒരു തലത്തിലോട്ട് എത്തും എന്നൊക്കെ കരുതിയിട്ട് പലരും അത് സ്റ്റാർട്ട് ചെയ്യും. എന്ത്, ഈ സിഗരറ്റ് ആയിക്കോട്ടെ, ഹാൻഡ്സ് പോലെയുള്ള പല ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പല പഠിക്കുന്ന മക്കളും, അല്ലെങ്കിൽ പല ലക്ഷ്യബോധമുള്ള മക്കളും നാട്ടിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, നമുക്കൊക്കെ എല്ലാവർക്കും നല്ല പ്രതീക്ഷയൊക്കെയുള്ള പലരും എന്ത് ചെയ്യാണ്, അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് യാതൊരുവിധ ലക്ഷ്യബോധവും ഇല്ലാണ്ട്, യാതൊരുവിധ അർത്ഥവും ഇല്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കൊക്കെ മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു ദൃശ്യം കണ്ടപ്പോ, ഈ ഒരു കെട്ടിടത്തെ എത്രത്തോളം ഈ ഒരു ആൽമരത്തിന്റെ വേരുകൾ താങ്ങി നിർത്തുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ, ഇതുപോലെ താങ്ങി നിർത്തേണ്ടവരല്ലേ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഫാമിലി, അതുപോലെയുള്ള നമ്മുടെ പുതിയ തലമുറയൊക്കെ താങ്ങി നിർത്തേണ്ട ആളുകളാണ് നമ്മൾ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് താങ്ങി നിർത്താൻ പറ്റാതിരിക്കുന്നതിന്റെ പല കാരണങ്ങളും ഇത്തരത്തില് ലഹരി, അതുപോലെയുള്ള പല ഐറ്റംസ് ആണ്. അപ്പോൾ റീസെന്റ് ഒരു ഇഷ്യൂ ഈ ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, താങ്ക് യു എവരിവൺ.